ഹായ് കൂട്ടക്കാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലേ? അപ്പോൾ ഇന്നൊരു ഒരു ചെറിയൊരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിണ്ടിയൊക്കെ റെഡിയാക്കിയ രാത്രിയിലേക്കുള്ള പിണ്ടിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിടിയെന്നും പറയും. അതിനുശേഷം ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ആ ചിക്കൻ കറിയിൽ മല്ലിച്ചപ്പ്, പിന്നെ പുതിന ഇല, പിന്നെ കറിവേപ്പില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഇട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മുളകിലും പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, മല്ലി ഇതൊക്കെ മിക്സ് ഉണ്ട്. മുളക് പൊടിയാണ് ഞാൻ തന്നെ പൊടിച്ചെടുത്തത്. അതിനുശേഷം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് ചിക്കനോട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനിത് മസാലയിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അടുപ്പിൽ വെച്ചത്. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു, ഉപ്പിട്ട് കൊടുക്കുന്നു, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എൻ്റെ നിന്ന് മിസ്സായതെന്നാണ് തോന്നുന്നു. ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തത് അതിന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിത് അടുപ്പിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തില്ല. അതമ്മ മിക്സിൻ്റെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് അടുപ്പിൽ വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. തിളക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചിക്കൻ കറി ഇതാണ്. അതിനുശേഷം കുറച്ച് പലഹാരമൊക്കെ റെഡിയാക്കുന്നുണ്ട്. കിഴങ്ങ് പൊടിയാണ് കേട്ടോ. പിന്നെ ബ്രെഡും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ കിഴങ്ങ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കറിവേപ്പില, പച്ചമുളക്, പിന്നെ സവാള ഇതൊക്കെ ഇട്ട് ഞാൻ ചോപ്പറിൽ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് നല്ലൊരു വെറൈറ്റി രീതിയിലുള്ള കിഴങ്ങ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്ത്, ചെറിയ ജീരകപ്പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ. അതിനുശേഷം ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ ആവശ്യത്തിനുള്ള മൈദമാവ്, കടലമാവ് ഇതൊക്കെ ഇട്ട് കൊടുത്ത്, അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലുള്ള പൊടിയാണ്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഇതുപോലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മാവൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ്, ലൈക്ക് ഇതൊക്കെ കുറവാണ്, വ്യൂസൊക്കെ ഉണ്ട്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അപ്പോൾ അതിനുശേഷം ഇതാ മാവൊക്കെ റെഡിയായി വന്നത് അതിലേക്ക് ഞാനിതാ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ ഇതാ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഓയിലൊക്കെ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഇന്നൊന്നും അധികമൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഞാനും മോനും മാത്രമാണ്. അപ്പോൾ ഇത്ര ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതാ നല്ലൊരു വെറൈറ്റി പൊടിയൊക്കെ ഞാൻ റെഡിയാക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ സവാള ഇതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ എരിവൊക്കെ കിട്ടിയല്ലേ, പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട്. അപ്പോൾ അത് നല്ല വെറൈറ്റി രീതിയായി. പിന്നെ അതിനുശേഷം അത് നല്ല പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് നൽകാം. അപ്പം ഞാൻ തിരിച്ചങ്ങോട്ടൊക്കെ വരും. പിന്നെ റമളാനൊക്കെ നമ്മളോട് വീട് പറയാൻ പോവുകയാണല്ലേ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഈ ഇളയ സഹോദരിയെ ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ. എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും എൻ്റെ ദുആയിലും ഉണ്ടാവും. പിന്നെ എൻ്റെ അനുജത്തി, എൻ്റെ ഉമ്മാക്കെ മരിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയെല്ലാം പ്രത്യേകം ദുആ ചെയ്യണം. അപ്പോൾ അതിനുശേഷം ഞാൻ വെറൈറ്റി ഒരു സ്നാക്സാണ് കേട്ടോ തയ്യാറാക്കുന്നത്, നല്ല ഹെൽത്തിയായ. അപ്പോൾ എൻ്റെ അനുജത്തിൻ്റെ വീട്ടിൽ പോയിട്ടിപ്പോൾ എനിക്കിത് ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്കത് കൊതിയായി. അപ്പോൾ അത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കറി ഉണ്ടാക്കിയാലൊന്നും കഴിക്കൂല, എൻ്റെ മോനും കഴിക്കൂല. അപ്പോൾ അത് ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതുപോലെ സവാള ചോപ്പർ ചതച്ചെടുത്ത്, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാവ്, അതിന് വേണ്ട കടലമാവ്, പിന്നെ മൈദമാവ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വെറൈറ്റി സ്നാക്സുമാണ്. അപ്പോൾ 4 മണി പലഹാരമൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ചോറുണ്ണാനും വേണ്ടി നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയാൽ, ഇതൊരു പലഹാരം ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ച് മുളക് പൊടിയൊക്കെ കൂടുതലിട്ടാൽ. അപ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. മാവിന് അധികം വെള്ളമായാൽ നമ്മളുടെ ഇല കഴുകി വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് മാവ് വെള്ളമായി പോവും. അപ്പം ഞാനിതാ പാകത്തിന് മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുന്ന ഇല ഒന്നും ഞാൻ ഫുള്ളായി എടുത്തിട്ടില്ല. അതിലേക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ടൈമില്ലായിരുന്നു. അപ്പോൾ ഞാനിതിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്.
അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മളെ കുട്ടികളൊക്കെ ഇലക്കറികളൊക്കെ കഴിക്കാത്തൊരവസ്ഥയാണല്ലോ ഇപ്പോഴൊക്കെ. അവർക്ക് ചിക്കൻ ഇങ്ങനത്തെ അല്ലേ വേണ്ടത്. അപ്പോൾ അത് നമ്മൾക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കും. പിന്നെ അതിനൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഇതൊരു നമ്മളെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഹെൽത്തി ആയൊരു ഇതൊക്കെ പോകണമല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇതൊക്കെ കഴിക്കും, കുട്ടികളും കഴിക്കും, നമ്മൾക്കും നല്ല കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പാകത്തിൻ്റെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാവുന്ന പിന്നെ ഇലയൊക്കെ പെട്ടെന്നല്ലേ നമുക്ക് പൊരിഞ്ഞ് വരുന്നത്. അത് പിന്നെ സവാള അങ്ങനെ ചെറുതായി ചതച്ച് ചോപ്പർ ചതച്ചതല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ഞാനതാ നമ്മളെ ഇത് സ്നാക്സൊക്കെ റെഡിയായി വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവരും നല്ല സുഖമാണല്ലേ. അപ്പോൾ എല്ലാവരും നമ്മളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഈ വർഷത്തെ റംളാനൊക്കെ വന്ന് പോവാറായി, നമ്മളോട് വിട പറയാറായി. പിന്നെ എനിക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ തിരക്കായത് കൊണ്ട് വീഡിയോസൊന്നും ശരിക്കിടാൻ പറ്റാത്ത, അങ്ങനെ ഇത് വളരെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. പിന്നെതാ ഞാൻ ഇത് ഉണ്ടാക്കിയതൊക്കെ എടുത്ത് പിന്നെ വീണ്ടും ബാക്കി വന്ന ഇതൊക്കെ ഞാനതിൽ റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് 2 പലഹാരം ഞാൻ ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ നല്ലൊരു അടിപൊളി പലഹാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ പറ്റും. നല്ല നമ്മളുടെ ഉള്ളി പക്കുവട നമ്മൾ ഉണ്ടാക്കുന്നില്ല, അതേ ഒരു ടേസ്റ്റാണ്, അതേ ഒരു ഇതാണ്. പിന്നെ അതിലേക്കാണ് രുചിയാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോഴെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കുരുമുളക് പൊടി, ചെറിയ ജീരകപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക്സ് ഞാൻ തയ്യാറാക്കിയത് നെല്ലിക്ക ജ്യൂസാണ് കേട്ടോ. നെല്ലിക്കയും പുതിന ഇലയും ഇട്ട് പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുനാരങ്ങ ഇത്ര ഇട്ടിട്ട് നല്ലൊരു ഹെൽത്തിയായ ജ്യൂസ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര മാത്രമാണ് കേട്ടോ എൻ്റെ നോമ്പ് തുറ വിശേഷങ്ങൾ. പിന്നെ അതാ ബ്രെഡ് പൊരിച്ചത്, പിന്നെ കിഴങ്ങ് പൊടി, പിന്നെ നമ്മളെ ഈ മുപ്പറുണ്ടല്ലേ നമ്മളെ മുരിങ്ങയിലേൻ്റെ സ്നാക്സ്, ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോസായി ഞാൻ വീണ്ടും തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഓക്കെ, താങ്ക് യു.